ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായ സംസ്കാരവും നിയമങ്ങളുമാണ്. ഓരോ രാജ്യങ്ങളിലെയും വ്യത്യസ്തമായ സംസ്കാരവും ജീവിത രീതിയും മറ്റു രാജ്യങ്ങളെ അമ്പരപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതിന് പ്രധാന കാരണം നമ്മൾ ജനിച്ചു വളർന്ന രാജ്യത്തെ കാര്യങ്ങൾക്ക് വിപരീതമായി തോന്നുന്നതെല്ലാം നമുക്ക് വിചിത്രമായ കാര്യങ്ങളായതുകൊണ്ടാണ്. അത്തരത്തിൽ വിചിത്രമായ നിരവധി ആചാരങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി. അവിടുത്തെ നിയമങ്ങളിൽ ഭൂരിഭാഗവും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്നതാണ്. ജർമ്മനി എന്ന രാജ്യത്ത് ധാരാളം നഗ്ന ബീച്ചുകൾ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗ്ന ബീച്ച് എന്ന പേര് പോലെ തന്നെ ഇവിടെ നഗ്നരായ ആളുകൾ എത്തുമെന്നതാണ് പ്രത്യേകത. മനുഷ്യ ശരീരം പ്രകൃതിയിലുള്ളതാണ്. അതിനാൽ നഗ്നത മോശമല്ല എന്ന് വിശ്വസിക്കുന്ന പ്രകൃതിവാദികൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമാണിത്. ഇപ്പോഴിതാ ജർമ്മനിയിലെ നഗ്ന ബീച്ചുകളിൽ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വിമ്മിംഗ് സ്യൂട്ടുകളോ മറ്റു വസ്ത്രങ്ങളോ ഒന്നും ഇവിടെ എത്തുന്നവർ ധരിക്കരുത് എന്നാണ് ആ നിയമം. അർദ്ധ മനസ്സോടെയുള്ള പ്രകൃതിവാദത്തെ നിയന്ത്രിക്കുന്നതിനും അത്തരത്തിലുള്ള മനുഷ്യരെ കടത്തി വിടാതിരിക്കാനുമാണ് ബീച്ചിൽ ഇത്തരത്തിലുള്ള പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ബീച്ചിലെ വാർഡന്മാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജർമ്മനിയുടെ റോസ്റ്റോക്ക് നഗരത്തിലെ ബാൾട്ടിക് കടൽ തീരത്താണ് പ്രകൃതിവാദികൾക്ക് മാത്രമുള്ള ബീച്ചുള്ളത്. ഇവിടെയാണ് ഇനി മുതൽ പൂർണ്ണ നഗ്നരായി എത്തുന്നവർക്ക് മാത്രം പ്രവേശനം അനുവദിക്കുന്നത്. ഇവിടെ വസ്ത്രം ധരിച്ച് കുളിക്കുന്നതിനും സൺബാത്ത് ചെയ്യുന്നതും അനുവദിക്കില്ല. വസ്ത്രം ധരിച്ചെത്തുന്നവരെ തടയാൻ വാർഡന്മാർ ഉണ്ടാകും. റോസ്റ്റോക്കിന്റെ ടൂറിസം അതോറിറ്റി സിറ്റി കൗൺസിൽ സമർപ്പിച്ച 23 പേജുള്ള നിയമങ്ങളുടെ പട്ടികയിലാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. വസ്ത്രങ്ങൾ ധരിച്ചെത്തുന്നവരുടെയും വസ്ത്രം ധരിക്കാതെ എത്തുന്നവരുടെയും നിരന്തര പരാതിയുടെ പരിഹാരമായാണ് പുതിയ നിയമം സൃഷ്ടിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുണ്ട്. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ ബീച്ചിൽ എത്തുന്നവരെ വസ്ത്രം ധരിക്കാൻ നിർബന്ധിക്കരുത്. പ്രകൃതിവാദികൾക്ക് വസ്ത്രമില്ലാതെ ബീച്ചിലൂടെ നടക്കാനും കുളിക്കാനും സൺബാത്ത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം വേണം. ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള നോട്ടങ്ങൾ ഇല്ലാതാക്കാനും പുതിയ നിയമത്തിലൂടെ സാധിക്കുമെന്ന് റോസ്റ്റോക്ക് ടൂറിസം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, നഗരത്തിന്റെ പൊതു ക്രമസമാധാന അതോറിറ്റി ഈ നിയമം നടപ്പിലാക്കുന്നതിനായി പ്രദേശത്ത് പെട്രോളിംഗ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ബീച്ചിൽ നീന്തൽ വസ്ത്രങ്ങൾ, ബിക്കിനികൾ എന്നിവ ധരിച്ച് നിൽക്കുന്നവരോട് അത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടും. വിസമ്മതിച്ചാൽ പിഴ ഈടാക്കില്ല. പകരം ബീച്ച് പരിസരത്ത് നിന്നും പുറത്തു കടക്കാൻ ആവശ്യപ്പെടുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നിയമം പൂർണ്ണമായും നടപ്പിലാക്കാൻ ആവശ്യമായ ജീവനക്കാരുടെ അഭാവമുണ്ടെന്നാണ് ചില കൗൺസിൽ അംഗങ്ങൾ വാദിക്കുന്നത്. റോസ്റ്റോക്കിൽ 15 കിലോമീറ്റർ ബീച്ചാണുള്ളത്. ഇതിൽ വസ്ത്രങ്ങൾ പൂർണ്ണമായും ഇല്ലാത്തവർ, അല്പം വസ്ത്രം ധരിക്കുന്നവർ, പൂർണ്ണമായും വസ്ത്രം ധരിക്കുന്നവർ എന്നിങ്ങനെയുള്ളവർക്കായി പ്രദേശങ്ങൾ വേർതിരിച്ചിട്ടുണ്ട്. ഇവിടെ ശരീരത്തിന്റെ രൂപം പറഞ്ഞുള്ള കളിയാക്കൽ, തുറിച്ചു നോക്കൽ, ചിത്രങ്ങൾ എടുക്കൽ, മോശമായ പരാമർശങ്ങൾ നടത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ഏകദേശം 3700 കിലോമീറ്റർ തീരപ്രദേശമുള്ള ജർമ്മനി വളരെ കാലമായി നഗ്നതാവാദികൾക്കുള്ള അഭയസ്ഥാനമാണ്. ഇവിടെ ഇങ്ങനെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രകൃതിവാദത്തിന് മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താനാകുമെന്നാണ് വർഷങ്ങൾ മുൻപ് മുതലുള്ള ജർമ്മനിയിലുള്ളവർ വിശ്വസിച്ചു വരുന്നത്. വർഗീയമായ വേർതിരിവുകൾ അവസാനിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ യുവാക്കൾക്ക് ഇതിനോട് താല്പര്യം കുറഞ്ഞു വരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ തന്നെ പ്രകൃതി സംരക്ഷണ ബീച്ചുകൾ 37 നിന്ന് 27 ബ്ലോക്കുകളായി കുറഞ്ഞുവെന്നും റിപ്പോർട്ടുണ്ട്.